ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നുള്ള ഈ പച്ച ഈന്തപ്പഴം നമുക്ക് ഇതുകൊണ്ട് അച്ചാറിടാം. ഈ മഞ്ഞ ഈന്തപ്പഴം കഴിക്കാനും ഈ റെഡ് ആണ് ഞാനിവിടെ അച്ചാറിടാൻ വേണ്ടി എടുക്കണം. ഇതിന് നടുവാറ്റി കട്ട് ചെയ്ത് ഇതിൻ്റെ നടുവിലുള്ളൊരു കുരുണ്ട് അത് മാറ്റിയെടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇനി ഒരു പാനിലോട്ട് 1 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ ഉലുവ തന്നെ ഇട്ട് കൊടുക്കണ്ടേ. ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പൊട്ടി തുടങ്ങുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ചധികം നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം. അച്ചാറിടാൻ ബെസ്റ്റ് നല്ലെണ്ണ കേട്ടോ, അതാകുമ്പോൾ അച്ചാർ കുറച്ചു കാലം കേടുകൂടാതിരിക്കും. ഇതിലോട്ട് ഇതാ കട്ട് ചെയ്തെടുത്ത ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ നല്ലെണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കാം, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണമേ ഡേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമെല്ലാം പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഡേറ്റ്സ് ഒരു റെഡ് കളറല്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ചെറുതായിട്ടൊരു വയലറ്റ് ഷെയ്ഡിലോട്ട് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. വെള്ളമെല്ലാം പോണ വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും ഇളക്കിയാലാണ് ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി കൊടുത്ത ശേഷം കുറച്ച് നല്ലെണ്ണ ബാക്കിയുണ്ട്, അതിൽ കൂടെ തന്നെ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കാം. നമുക്ക് ഇതിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ. 1 സ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് 1 സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കിടന്ന് പൊട്ടട്ടെ. ഇതെല്ലാം നന്നായി പൊട്ടിയ ശേഷം നമുക്ക് ഇത്രയും അളവിൽ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. വെളുത്തുള്ളി ഇടുമ്പോൾ നന്നായിട്ട് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. ആ പൊട്ടലും ചീറ്റലൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 4-5 പച്ചമുളക് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് വെള്ളമെല്ലാം പോയി ഇതിന് നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു പിടി അളവിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് കളറ് മാറി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചക്കൂത്തൊക്കെ മാറി ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യും ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഉണ്ട്, അതുകൊണ്ട് 3 ടീസ്പൂൺ അളവിൽ ചേർത്തത്. എരിവില്ലാത്തതാണെന്ന് വെച്ചാൽ 4 ടീസ്പൂൺ അളവിൽ ചേർക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് നമ്മുടെ അച്ചാർ ആകെ മൊത്തം ടേസ്റ്റ് ഇല്ലാതായിപ്പോൾ. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് ആദ്യമേ വറുത്ത് മാറ്റി വെച്ച കടുക് ഉലുവയും കൂടി പൊടിച്ചതാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇടികല്ലിൽ ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി കൂടാൻ വേണ്ടി പാടില്ല, ഇല്ല വെച്ചൊരു അച്ചാറിനൊരു കശപ്പ് വരും. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നീട് നോക്കിയിട്ട് വേണിച്ചാൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഈ ഡേറ്റ്സിൽ പിടിക്കുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് 2ആയി കട്ട് ചെയ്ത ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ആ കുരു ഇരുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. അതുകൊണ്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് വേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ ആപ്പിൾ സിഡർ വിനീഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് ഈ കളറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഇളക്കം ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും, അത് കാര്യമാക്കണ്ട. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. 1 ടീസ്പൂണുള്ള ശർക്കര ഞാനൊന്ന് കത്തിയും കൂടി ചീവി എടുത്തതാണ്, അതാണ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഡേറ്റ്സ് ഓൾറെഡി മധുരം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും 1 ടീസ്പൂണുള്ള ശർക്കര വെച്ചാൽ ഇതിന് അത്യാവശ്യത്തിന് എരിവുണ്ടാകും. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഈ ഡേറ്റ്സിന് അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 1 സ്പൂൺ അളവിൽ ശർക്കര ചേർക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റെങ്കിലും ഈ ഡേറ്റ്സിന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയ ശേഷം മാത്രം നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പാടുള്ളൂ. മാറ്റുന്ന പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇത്തിരി ഇങ്ങോട്ട് വെള്ളം തട്ടി വെച്ച് നമ്മുടെ ഡേറ്റ്സ് പെട്ടെന്ന് കേടായി വരും. ഇതൊരു 4-5 ദിവസം കണ്ടുള്ള വീഡിയോ കേട്ടോ. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് എല്ലായിടത്തും മസാലയെല്ലാം പിടിച്ച് കറക്റ്റായിട്ടുണ്ടേ. ഈ കുപ്പി ഫുള്ളായിട്ടും പിന്നെ ഒരു ചെറിയ കുപ്പിയും കൂടി ഉണ്ടായിരുന്നു. ഇത് ഇത്രയും എത്തിയിട്ടുണ്ട് കേട്ടോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.